എനിക്ക് കഠിനമായ പനി, ക്ഷീണമില്ല, പക്ഷേ വിറയ്ക്കുന്ന രീതിയിലുള്ള പനി. അപ്പോൾ ഷാജിയുടെ മുഖത്ത് ഒരു പ്രഷർ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ യാത്ര മടങ്ങുമെന്നുള്ള ഒരു ടെൻഷൻ ഷാജിയുടെ മുഖത്തുണ്ട്. കാട്ടിൽ നോക്കിയപ്പോഴത്തേനും ഒന്നുമില്ല, വീണ്ടും ഞാനും ഷാജിയും മാത്രം, വേറെ ആരുമില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വഴി തെറ്റിയെന്നൊരു സംശയം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും താഴോട്ടിറങ്ങുന്ന പടികൾ കണ്ടു. താഴോട്ട് ഞങ്ങൾ പടിയിൽ ഇറങ്ങി ചെന്നപ്പോഴത്തേനും ഇവിടുന്ന് കുറച്ച് കുട്ടികളുടെ ശബ്ദം കേൾക്കാം ഞങ്ങൾക്ക്. അപ്പോൾ സായിപ്പ് കണ്ടപ്പോൾ ടെറി അവിടെ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ടെറി ഞങ്ങളോട് ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയെ ഈ സായിപ്പ് വിളിച്ചെങ്കിൽ ഇന്ന് വൈകുന്നേരം എൻ്റെ ഡിവോഴ്സ് നടക്കുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ എണീച്ചു. ചെറിയൊരു മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് റൂമിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ അതിന് ചെക്കൗട്ട് ചെയ്യാനായിട്ടുള്ള സമയമായി. ഞങ്ങൾക്ക് അടുത്ത് പോകാനുള്ളത് കിഴക്കൻ യൂറോപ്പിലെ എസ്റ്റോണിയ എന്ന രാജ്യത്തേക്കാണ്. പക്ഷേ എൻ്റെ ഈ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചലഞ്ചിലേക്കാണ് ഞാൻ ചെന്ന് ഇറങ്ങാൻ പോകുന്നതെന്ന് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് വെളിയിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു മൊറോക്കൻ ഡ്രൈവറാണ്. അങ്ങനെ ഞങ്ങൾ ഷിപ്പോൾ എയർപോർട്ടിലേക്ക് യാത്രയായി. ഓൾറെഡി ഷെങ്കൻ വിസ ഉള്ള ആൾക്കാർക്ക് ടെർമിനൽ 3 നിന്നാണ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് എടുക്കേണ്ടത്. ഞങ്ങൾ ലാറ്റ്വിയയുടെ വിമാന കമ്പനിയായ എയർ ബാൾട്ടിക്കിൽ ഞങ്ങൾ എസ്റ്റോണിയയിലേക്ക് യാത്രയായി. ഏതാണ്ട് 2 മണിക്കൂർ പറന്ന് എസ്റ്റോണിയയുടെ തലസ്ഥാനമായ ടാലിനിൽ വന്നിറങ്ങി. ഈസ്റ്റേൺ യൂറോപ്പ് ഒരുപാട് കാലം സോവിയറ്റ് അധീനതയിൽ ഇരുന്നിട്ട് പിന്നെ അവർ യൂറോപ്യൻ യൂണിയൻ ചേർന്ന കൺട്രിയാണ്. അപ്പോൾ അവർ ആ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു സ്റ്റാൻഡേർഡിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ടോ അവർ വരുന്നതേ ഉള്ളൂ. ഞങ്ങളൊരു ടാക്സി ഡ്രൈവറെ അവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. അദ്ദേഹം ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറിൽ കയറി ഞങ്ങൾ സിറ്റിയിലൂടെ ഞങ്ങളുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. യൂറോപ്പിൻ്റെ ഒരു പ്രൗഢിയൊന്നും ആക്ച്വലി തെരുവുകളിലും കാണാനില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും മോസ്റ്റ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ്, ഡിജിറ്റലി ഇൻ്റഗ്രേറ്റഡ് ആയ ലോകത്തിലെ തന്നെ ഒരു കൺട്രിയാണ് എസ്റ്റോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സിറ്റി കാഴ്ചകളും ഒപ്പറ ഹൗസും ഓൾഡ് ടൗണും ഒക്കെ പിന്നിട്ട് ഞങ്ങളുടെ ഹോട്ടലിലെത്തി. സെൻട്രലിൽ നിന്നാണ് ഹോട്ടൽ. ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് ഞാൻ നടന്നു കയറിക്കൊണ്ടിരുന്നത്. എനിക്ക് ആംസ്റ്റർഡാമിൽ വെച്ച് തന്നെ ചെറിയൊരു പനിയുടെ ലക്ഷണം കാണുന്നുണ്ടായിരുന്നു. ഞാനത് എസ്റ്റോണിയയിലെത്തിയപ്പം പനി അതിൻ്റെ മൂർധാവിലെത്തി. ഏതാണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് പനിയായി കഴിഞ്ഞ് എനിക്ക്. അപ്പം ക്ഷീണമില്ല, പക്ഷെ പനി, നല്ല പനി. അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ആ പനിയും വെച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ടാലിൻ്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങി. അങ്ങനെ ടാലിന് എവിടെ ചെന്നാലും നമ്മൾ പോകുന്നത് ഓൾഡ് ടൗണിലോട്ടായിരിക്കും. നമ്മൾ ന്യൂ ടൗണിനേക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടം കല്ല് വിരിച്ച ഒരു പ്ലാസ, ഒരു ഓപ്പൺ എയർ സ്ഥലമാണ് ഈ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് മിക്കവാറും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്രീഡം സ്ക്വയറിൽ നിന്നാണ് ഇതറിയപ്പെടുന്നത്. ഫ്രീഡം സ്ക്വയറിലോട്ട് ഞങ്ങൾ എത്തി. അവിടെ നിന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തി. അപ്പം 5 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 4 ഓരത്തും റെസ്റ്റോറൻറ്റ്സ്, എല്ലാ യൂറോപ്യൻ കൺട്രികളുടെയും മാർക്കറ്റ് സ്ക്വയറിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഓൾഡ് ടൗണിൽ നമ്മൾ ഒരേ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. റെസ്റ്റോറൻറ്റ്സ് നിരത്തിയിട്ടിരിക്കുന്നു. 3 സൈഡിലും റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കാം, ഒരു സൈഡിൽ പള്ളിയായിരിക്കാം. ഇങ്ങനത്തെ കാഴ്ചകളാണ്. പക്ഷേ അതിമനോഹര കാഴ്ചകൾ, നമുക്ക് ഒട്ടും ബോറടിക്കില്ല. അവിടെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേനും ഓൾഡ് ടൗണിൻ്റെ മതിലൊക്കെ പിന്നിട്ട് ഞങ്ങൾ വെളിയിലോട്ടിറങ്ങി. വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേനും അവിടെ ഞങ്ങൾക്ക് ടാലിനിലെ ഓൾഡസ്റ്റ് കഫേ ഇപ്പോഴും ഫങ്ഷനിലാണ്. 1873 മറ്റോ സ്റ്റാർട്ട് ചെയ്ത ഒരു കഫേ. അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഒരു വ്യത്യസ്തമായ അനുഭവമാണെന്ന് വെച്ചിട്ട് ഒരു പൗരാണിക ഭാവം പേർന്ന ഒരു ബിൽഡിങ്. ഞങ്ങൾ അതിനകത്തോട്ട് കയറി. അപ്പോൾ ഷാജിക്കൊരു ശീലമുണ്ട്, ഷാജിക്കിൽ എനിക്കും ആ ശീലമുണ്ട്. പക്ഷേ ഇപ്പം പനിയുടെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഞാനൊരു കോഫി വാങ്ങിച്ചു. അവിടെ എന്താണോ ആ കൺട്രിയുടെ ലോക്കൽ ഡ്രിങ്ക്, അത് ഞങ്ങൾ ആക്ച്വലി രുചിച്ചു നോക്കാറുണ്ട്. അപ്പോൾ ആ കൺട്രിയുടെ ലോക്കൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ വാനറ്റാലിൻ എന്ന് പറഞ്ഞ ഒരു റമ്മാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ഗ്ലാസ്സാണ്. അപ്പോൾ ഷാജി ഒരു വാനറ്റാലിൻ വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകൾ കണ്ട് പുറത്തോട്ട് നടന്നു. അവിടെ ടാലിൻ 1994 സെപ്റ്റംബർ 1994 എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അത് ആക്ച്വലി ഈ ടാലിനിൽ നിന്ന് സ്റ്റോക്ക്ഹോമിലോട്ടും ഹെൽസിങ്കിയിലോട്ടും എല്ലാം ഫെറി സർവീസ് നടക്കുന്നുണ്ട്. അങ്ങനെ 1994 ഏതാണ്ട് 1000 പേരെയും കൊണ്ടുപോയ സ്റ്റോക്ക്ഹോമിലേക്ക് പോയ ഒരു ബോട്ട് സ്റ്റോമിൽ പെട്ട് മുങ്ങുകയുണ്ടായി. അതിലേതാണ്ട് 850 ആൾക്കാരും മരണപ്പെട്ടു അൺഫോർച്ചുനേറ്റ്ലി.
അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബങ്കർ എന്നെഴുതിയ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടു. അത് വേൾഡ് വാർ II ആക്ച്വലി ഒരു ബോംബ് ബങ്കറായിരുന്നു. ഇന്ന് അതിനെ ഒരു മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഓൾഡ് ടൗണിലേക്ക് വീണ്ടും എത്തി. അപ്പോഴത്തേനും കുറച്ച് സമയം ഒരു 7-7:30 ആയപ്പോഴത്തേനും ഓൾഡ് ടൗണൊക്കെ ആൾക്കാർ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഏതാണ്ട് ഫുള്ളായിട്ടുണ്ട്. അപ്പം അധികം തണുപ്പ് കൂടി ഞാൻ പറഞ്ഞു ശീതകാലം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തണുപ്പ് കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഷാജി എനിക്ക് പനി നന്നായിട്ട് കൂടുന്നുണ്ട്, നമുക്ക് റൂമിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെപ്പർ സാക്ക് എന്ന് പറഞ്ഞ ഒരു പൗരാണിക ഭാവം പേറുന്ന ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ 2 നിലകളിലായിട്ടാണ് റെസ്റ്റോറൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ മുകളിലത്തെ നിലയിൽ ഒരു സീറ്റ് എടുത്ത് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലോക്കൽ ഡ്രസ്സ് ചെയ്ത ഒരു ലേഡി വന്ന് ഞങ്ങളുടെ ഓർഡർ എടുത്തു. അപ്പോൾ എനിക്കധികം ഒന്നും കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു സൂപ്പ് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ, ഒരു വെജിറ്റബിൾ സൂപ്പ് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു പല യൂറോപ്യൻ കൺട്രീസിലും വെജിറ്റബിൾ സൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാറില്ല. അവർ സൂപ്പ് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഒരു എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിനെ സ്ക്രാമ്പിൾ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഉണ്ട്, അതിനൂടെ കഴിക്കാം. എന്തായാലും നന്നായി, നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു, നല്ല സൂപ്പായിരുന്നു. എനിക്ക് അപ്പം വേണ്ടിയിരുന്ന ഒരു ചൂട് സൂപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിച്ച് ഷാജി എന്തോ ഫുഡ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കഠിനമായ പനി. ക്ഷീണമില്ല, പക്ഷേ വിറയ്ക്കുന്ന രീതിയിലുള്ള പനി. അപ്പോൾ ഷാജിയുടെ മുഖത്ത് ഒരു പ്രഷർ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ അടുത്ത ദിവസം സ്കാൻഡിനേവിയൻ കൺട്രിയായ ഫിൻലൻഡിലേക്ക് ഒരു ഫെറി എടുത്ത് പോകാനുള്ളതാണ്. ഈ യാത്ര മടങ്ങുമെന്നുള്ള ഒരു ടെൻഷൻ ഷാജിയുടെ മുഖത്തുണ്ട്. ഒരു രാത്രി 12 മണിക്ക് ഞാൻ എണീച്ചപ്പോൾ ഷാജി എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഷാജി പറഞ്ഞു, ബില്ല് ഇത് നടക്കുമെന്ന് തോന്നുന്നു, നാളത്തെ ട്രിപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല, കാര്യം ബില്ല് പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട് ഉറക്കത്തിൽ കിടന്നു. എന്തായാലും ഷാജി നമുക്ക് നാളെ രാവിലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഷാജിയും കിടന്നുറങ്ങി, ഞാൻ കിടന്നുറങ്ങി. രാവിലെ 6 മണിക്ക് എണീച്ചപ്പോഴും ഷാജി 5:30 മണിയായപ്പോൾ എണീച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നെ വീണ്ടും നോക്കിയിട്ട് ബില്ലെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ കുളിക്കുന്നില്ല, നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഒരു ടാക്സി എടുത്ത് 6 മണിക്ക് തണുപ്പത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോയി. കാര്യം 7:30 മണിക്ക് ഞങ്ങൾക്ക് ടാലിനിൽ നിന്ന് ഹെൽസിങ്കിയിലോട്ട് ഫെറിക്ക് ടിക്കറ്റ് എടുക്കണം. 10 നിലയാണ് ഈ ഫെറി എന്ന് പറയുന്നത്. 7, 8, 9 ജനങ്ങളുള്ളത്, അതായത് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം ഗുഡ്സ് ട്രക്സ് ഒക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചരക്ക് നീക്കമുണ്ട്. ഇതിനകത്ത് കാറുകളുണ്ട്, ഡെയിലി രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്, അവരുടെ കാറുകളുണ്ട്. ഈ ഫെറിയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ടൈലൻഡിൽ പോയി നിൽക്കാം. അത് അതിമനോഹരമായൊരു കാഴ്ചയാണ്, പുറത്തെ കാഴ്ചകളെല്ലാം കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ ഫിൻലാൻഡ് എടുക്കാറായി, ദൂരമായിട്ട് ഫിൻലാൻഡ് കാണാം. അപ്പോൾ ഞങ്ങൾ ഹെൽസിങ്കിയിൽ ലാൻഡ് ചെയ്തു. അവിടെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു ടാക്സി എടുത്തു. ഒരു ആഫ്രിക്കക്കാരൻ്റെ ടാക്സി ആയിരുന്നു. അങ്ങനെ ഏതാണ്ട് 80 യൂറോ കൊടുത്തിട്ട് ഞങ്ങൾ ഗിറാവ ടൗണിലിറങ്ങി ടാക്സി വിട്ടു. അപ്പോൾ അവിടെ 6 കിയോസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി ഞങ്ങൾ വീണ്ടും ഒരു കോഫി കുടിച്ചു. അപ്പോഴത്തേനും ഞങ്ങളുടെ സുഹൃത്ത് ടെറി അവിടെ എത്തി. ഈ ടെറി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അദ്ദേഹം 18 വർഷമായിട്ട് ഫിൻലാൻഡിൽ ഉണ്ട്. തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫിന്നിഷാണ്. ടെറി ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം പുള്ളി ഒരു ക്ലബിലെ പൈലറ്റ് ഇൻസ്ട്രക്ടർ കൂടിയാണ്. ടെറി ഞങ്ങളെ കൊണ്ടുപോകുന്നത് ലാഹത്തി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരു എയർഫീൽഡിലേക്കാണ്. അദ്ദേഹത്തിന് ഒരു 4 സീറ്റ് ഉള്ള ഒരു ചെറിയ വിമാനമുണ്ട്. അപ്പോൾ ഞങ്ങൾ എയർഫീൽഡ് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയിലാണ് ചെന്നപ്പോൾ ഒരു ചെറിയ ബിൽഡിങ്. ടെറി തന്നെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നു. അവിടെ ടെറി തന്നെ പോയി ഗേറ്റ് ഓപ്പൺ ആക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നു. ഹാങ്ങർ ഓപ്പൺ ആക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, ടെറി യൂണിഫോം ഒന്നും ഇടണ്ടേ? എന്ത് യൂണിഫോം, എൻ്റെ സ്വന്തം വണ്ടിയല്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് പതുക്കെ ഒരു സ്ഥലത്തോട് ഓടിച്ചുകൊണ്ട് തന്നെ പോയി. കുറച്ച് മുന്നോട്ട് പോയി ഇടത്തോട്ട് തിരിഞ്ഞപ്പോഴത്തേനും ഏവിയേഷൻ ഫീൽഡ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടിട്ടു. ഏവിയേഷൻ ഫീൽഡ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരു ഫ്ലൈറ്റും കൊണ്ട് ഒരു സായിപ്പ് അപ്പുറത്ത് വരുന്നുണ്ട്. ഞങ്ങളുടെ തിരിച്ചറിവ് നമ്പർ 2. അപ്പോൾ സായിപ്പ് കൊണ്ടപ്പോൾ ടെറി അവിടെ ഹായ് എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ടെറി ഞങ്ങളോട് ഇവിടെ പറയുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം എൻ്റെ ഭാര്യ ഈ സായിപ്പിന് എൻ്റെ ഭാര്യ അറിയാം. അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ ഭാര്യയെ ഈ സായിപ്പ് വിളിച്ചെങ്കിൽ ഇന്ന് വൈകുന്നേരം എൻ്റെ ഡിവോഴ്സ് നടക്കുമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു അതെന്താണ് ടെറി അങ്ങനെ പറയുന്നത്? അതല്ല, ഞാൻ ക്ലിനിക്കിൽ പോകുമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെന്താണ്, ഓക്കെ. അപ്പോൾ ടെറി പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മുഖവിലേക്ക് എടുക്കും, പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കും. നീ ക്ലിനിക്കിൽ പോകാമെന്ന് പറഞ്ഞാൽ ക്ലിനിക്കിൽ പോകണം, സത്യസന്ധത ഉണ്ടായിരിക്കണം, മനസ്സിലായി? അല്ലാതെ നീ എയർഫീൽഡിൽ വന്ന് നിൽക്കുന്നത് പറഞ്ഞ് അറിഞ്ഞാൽ അത് സത്യസന്ധത ഇല്ലാതാവും. ആ സത്യസന്ധത ഇല്ലാതായി കഴിഞ്ഞാൽ അവരത് വേണമെന്നുണ്ടെങ്കിൽ ദിവസം വരെ നീളാം എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങൾ ഏവിയേഷൻ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ടാക്സി ചെയ്ത് പതുക്കെ റൺവേയിലോട്ടെത്തി. ടവറുമായിട്ട് കണ്ടിന്യൂസ് കോർഡിനേഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് എത്ര ഹൈറ്റിൽ പോകാൻ പറ്റും, വിൻഡിൻ്റെ ഡയറക്ഷൻ എല്ലാം ടവറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് 3500-4000 അടി ഉയരെ പോകാനുള്ള പെർമിഷൻ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ഫ്രണ്ടിലിരുന്ന്, ജീവിതത്തിൽ ആദ്യമായിട്ട് കോക്പിറ്റിലിരുന്ന് ഫ്ലൈറ്റ് ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്തു. മുകളിലെത്തി, ഏതാണ്ട് 3500 അടി മുകളിലെത്തി. അപ്പോൾ ഇങ്ങനെ ആകാശത്തിൽ കൊണ്ട് ഞാൻ പോകുമ്പം ടെറി ചോദിച്ചു റെഡി ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പം എന്തിനു റെഡി എന്ന് പറഞ്ഞതും പുള്ളി എഞ്ചിൻ അങ്ങ് കട്ട് ചെയ്തു. ഫ്രീ ഡ്രോപ്പ് ഒരു നിലവിളിയായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് വീണ്ടും അറിയുകയും ചെയ്തു. ഞങ്ങൾ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. ടെറി വീണ്ടും എഞ്ചിൻ കട്ട് ചെയ്തു, വീണ്ടും ഒരു ഫ്രീ ഡ്രോപ്പ്. അങ്ങനെ 2 ആക്രോബാറ്റിക്സ് ഒക്കെ കാണിച്ച് ഞങ്ങളെ ആകാശവാതിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം കറക്കി. ഒരു ബ്യൂട്ടിഫുൾ ജേർണി, ഒരു മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ദൂരെയായിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള സ്ട്രിപ്പ് കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളെ ടെറി ഒരു അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ടു. ടെറിക്ക് ഞങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്ന ടെറിക്ക് ഒരു വലിയ താങ്ക് യു കൊടുത്തിട്ട് ടെറി ബൈ പറഞ്ഞ് പോയി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അങ്ങനെ ടെറിയോട് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ട്രെയിൻ പിടിച്ച് ഞങ്ങൾ ഹെൽസിങ്കി സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾക്ക് ഒരു 6 ദിവസമുണ്ട്. ഇന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ തിരിച്ച് എസ്റ്റോണിയയിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യാം, എന്നാൽ സിറ്റി ഒന്ന് നടന്ന് കാണാം എന്ന് വിചാരിച്ചു. റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് വന്നു. സിറ്റി സെൻറ്ററൊക്കെ ഞങ്ങൾ കണ്ടു. എന്തോ എനിക്ക് പനി ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഡൾ ഫീലിംഗ് ആണ് എനിക്ക് പെട്ടെന്ന് സിറ്റി കണ്ടപ്പോൾ വന്നത്. ഒരുപക്ഷെ ഞാൻ ദുബായിൽ നിന്ന് പോകുന്നതുകൊണ്ടായിരിക്കാം. ഇതൊരു കമ്പാരിസൺ അല്ല, പക്ഷേ സ്റ്റിൽ യുനോ ദുബായിലെ നമ്മുടെ ബാത്റൂമിനകത്തിരുന്ന് വരെ ആഹാരം കഴിക്കാമെന്ന് ആൾക്കാർ പറഞ്ഞിട്ട് അത്ര ക്ലീനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സിറ്റി അത്ര ഒരു ക്ലീനായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷേ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ ഞങ്ങളൊരു ആഫ്രിക്കൻ കാരനോട് ചോദിച്ചു ഞങ്ങൾക്ക് ഈ സിറ്റിയിൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരു ട്രാം ടൂർ വേണമെങ്കിൽ നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ ട്രാം ടൂർ നടത്താനുള്ള സമയം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേനും ഒരു കടയിൽ കയറി അവിടുന്ന് ഒരു സുവനീറൊക്കെ വാങ്ങിച്ചു. പുറത്തോട്ടിറങ്ങിയപ്പം ഞങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഇവിടെ ഒരു വൈറ്റ് ചർച്ചിനെ കുറിച്ച് എല്ലാവരും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത് കണ്ടൊരു ഫിനിഷ് ആളോട് ചോദിച്ചു ഈ വൈറ്റ് കത്തീഡ്രൽ എവിടെയാണെന്ന്. അപ്പം പുള്ളി ദൂരമായിട്ട് കൈ ചൂണ്ടി കാണിച്ചു. അവിടെ ഒരു ടൗൺ ഹാൾ കാണുന്നുണ്ട്, ഒരു വൈറ്റ് ബിൽഡിങ്. ടൗൺ ഹാളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ മതി, വൈറ്റ് കത്തീഡ്രൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സിറ്റി കൂടി ഇങ്ങനെ നടന്നിരിക്കുകയാണ്. അത്യാവശ്യം ഹെൽസിങ്കിയുടെ സിറ്റി ടൂറിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടന്ന്. അങ്ങനെ ഞങ്ങൾ നടന്ന് ടൗൺ ഹാളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വൈറ്റ് ചർച്ചിൻ്റെ അടുത്തെത്തി. ഈ വൈറ്റ് ചർച്ച് എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഒരുപാട് ടൂറിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പേര് അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെ മുന്നിൽ ഹെൽസിങ്കി എന്നൊരു ബോർഡുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പ്യുവർ വൈറ്റാണ് അത് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് അപ്പോഴത്തേന് ഏതാണ്ട് 5 മണിയോളം ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 6 മണിക്കാണ് അടുത്ത ഹെൽസിങ്കിയിൽ നിന്ന് തിരിച്ച് ടാനിലേക്കുള്ള ഞങ്ങളുടെ ഫെറി. 5 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഒരു ടാക്സി എടുത്ത് ആ ടാക്സി ഞങ്ങളെ കൃത്യം 5:30 ടെർമിനലിൽ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ വീണ്ടും ടെർമിനലിനകത്തോട്ട് കയറി. ടെർമിനലിനകത്തോട്ട് കയറിയപ്പോൾ ഞങ്ങൾ രാവിലെ കാണാത്ത വേറൊരു കാഴ്ച, എനിക്കൊന്ന് വേറെ എൻട്രൻസ് കൂടെ ആയിരിക്കും ഞങ്ങൾ അകത്ത് കിടന്നത്. അവിടെ ഒരു ഓട്ടോറിക്ഷ 3 വീലർ ഏതോ ഒരു കമ്പനിയുടെ പരസ്യം വഹിച്ചത് ഓടുന്നതല്ല, അവിടെ സ്റ്റേബിളായിട്ട് കോൺസ്റ്റൻ്റായിട്ട് നിർത്തിയിരിക്കുന്നതാണ് സാധനം. അങ്ങനെ ഓട്ടോറിക്ഷ അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടെർമിനലിൽ കയറി, ഞങ്ങൾ ഫെറിയിൽ കയറി ഞങ്ങൾ തിരിച്ച് എസ്റ്റോണിയയിലേക്ക് എത്തി. ഞങ്ങൾ അവിടുന്ന് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോയി ആഹാരം കഴിച്ച് തിരിച്ച് റൂമിലേക്ക് ചെന്നു. റൂമിലെത്തി അന്ന് കിടന്ന് സുഖമായി ഉറങ്ങി.
അങ്ങനെ അടുത്ത ദിവസം പ്രഭാതം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പതിവ് പോലെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. സാധാരണ ഞാൻ അവിടെ ഒരേ കാഴ്ചകളായതുകൊണ്ട് ഷൂട്ട് ചെയ്യാറില്ല, പക്ഷേ ക്യാമറ എപ്പോഴും കൈ കാണും. നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് സ്പാർക്ലിംഗ് വൈൻ എന്ന്. അപ്പോൾ അപ്പം തന്നെ നമ്മുടെ ഷാജി ചാടി വീണു, ഒരു വൈനെടുത്ത് ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, തിരിച്ച് റൂമിലെത്തി, ചെക്കൗട്ട് ചെയ്ത് ഇന്ന് ഞങ്ങൾ പോകുന്നത് റിഗയിലോട്ടാണ്, ലാത്വിയുടെ തലസ്ഥാനമായ റിഗയിലേക്ക്. അങ്ങനെ ഞങ്ങൾ ടാലിൻ ബസ് സ്റ്റേഷനിലോട്ട് ചെന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന ഫ്ലിക്സ് ബസ്സിൻ്റെ ടിക്കറ്റ് കാണിച്ചു, അതിൽ കയറി. ഇവിടെ നിന്ന് 4 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ റിഗയിലെത്തുന്നത്. റിഗ എന്ന് പറഞ്ഞാൽ ലാത്വിയുടെ തലസ്ഥാനമാണ്. അപ്പോൾ ഞങ്ങൾ 4 മണിക്കൂർ യാത്ര ചെയ്തു. കാർഷിക ഗ്രാമങ്ങളും കൃഷിപ്പാടങ്ങളും ഒക്കെ പിന്നിട്ട് 4 മണിക്കൂർ നീളുന്നൊരു യാത്ര. വീണ്ടും അതിമനോഹരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അഭംഗിയായിട്ട് പോകും, പക്ഷേ അതാണ് ആ ഒരു കാഴ്ചകൾ, വളരെ നല്ല മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ യൂറോപ്പിൽ എല്ലായിടത്തും 2 മണിക്കൂർ കഴിയുമ്പോൾ കൃത്യമായിട്ട് ഒരു ബ്രേക്ക് എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ ഒരു സ്റ്റേഷനിലെത്തി, അവിടോട്ട് കയറ്റി. അവിടെ ഗ്രാഫിറ്റിയൊക്കെ നന്നായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്, ഒരു ആനയുടെ ഗ്രാഫിറ്റിയൊക്കെ അവർ വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആ പെയിൻറ്റിങ്ങൊക്കെ കണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ആസ്വദിച്ച് നിന്നു. അവിടെ നിന്ന് അടുത്ത ബ്രേക്ക് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്രേക്ക് കഴിഞ്ഞു. അവിടുന്ന് കുറച്ച് ആൾക്കാർ കയറി, അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി. വീണ്ടും യാത്ര ഞങ്ങൾ തിരിച്ചു. അങ്ങനെ ഞങ്ങൾ റിഗയുടെ അടുത്തെത്താറായി. റിഗ ഒരു ചെറിയ ഒരു ടിപ്പിക്കൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള ഒരു സിറ്റി പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് ചെക്കിൻ ചെയ്യപ്പോഴത്തേനും ചെക്കിങ്ങിനുള്ള സമയമായില്ല. അപ്പം ഞങ്ങൾ എന്നാൽ പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ നടന്നു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഇന്ത്യൻ രാജ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നു നിന്ന് കയറി. എന്നാൽ പിന്നെ ലഞ്ച് അവിടെ നിന്ന് കഴിച്ചേക്കാമെന്ന് വെച്ചു. അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ ലോക്കൽ ഡ്രിങ്ക് എന്താണെന്ന് അഗൈൻ ഷാജി ചോദിച്ചു. അപ്പോൾ എനിക്കും ലോക്കൽ ഡ്രിങ്ക് അടിക്കണമെന്നുണ്ട്, പക്ഷേ പനി അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുമാറാത്തതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല. അവരുടെ ലോക്കൽ ഡ്രിങ്കായ ബൽസാം അവരുടെ ലോക്കൽ ഡ്രിങ്ക്. പക്ഷേ അത് ആഹാരത്തിന് ശേഷം കഴിക്കുന്ന ആയതുകൊണ്ട് ഷാജി അവരുടെ ഒരു ഡാർക്ക് ബിയർ വാങ്ങിച്ച് രുചിച്ചു നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ആഹാരം ഓർഡർ ചെയ്തു. ഇന്ത്യൻ രാജയിൽ നിന്ന് ഒരു ഇന്ത്യൻ സെറ്റപ്പിലുള്ള ശിവലിംഗവും ഗണപതിയുടെ വിഗ്രഹമൊക്കെ വെച്ചിരിക്കുന്ന ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. പക്ഷേ സെർവ് ചെയ്യുന്നവരെല്ലാം ലോക്കൽ ആൾക്കാരാണ്, റിഗക്കാർ തന്നെയാണ്. ആഹാരമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി. അപ്പോഴത്തേക്കും റൂം റെഡിയായി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു, ലഗേജെല്ലാം ഇറക്കി വെച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സിഗുൾഡ ആൻഡ് തുരേഗ കാസൽ, അങ്ങോട്ടേക്കാണ്. അത് റിഗയിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം യാത്രയുണ്ട്, ഏതാണ്ട് 73 കിലോമീറ്ററോളം യാത്രയുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള ബസ് എടുത്തു. ഞങ്ങൾ അവിടെ ചെന്നു. സിഗുൾഡ അക്ഷരാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡിനേക്കാളും മനോഹരമെന്ന് വേണമെങ്കിൽ പറയാം. സ്വിറ്റ്സർലൻഡ് വളരെയധികം കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ സിഗുൾഡ അൺഎക്സ്പ്ലോർഡ് ഓർ അണ്ടർ റേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ ബസ് ഇറങ്ങി. അപ്പം തന്നെ അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. റെയിൽവേ സ്റ്റേഷൻ അവിടെ തൊട്ടടുത്താണ്. ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റാണ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ അവിടെ കയറി എൻക്വയറി നടത്തി. തിരിച്ചെപ്പോഴാണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഒരു വെള്ളിയാഴ്ചയുടെ ആലസ്യത്തിലേക്ക് വീണ് കഴിഞ്ഞു. അപ്പോൾ അതോട് കയറിയപ്പോൾ അവർ പറഞ്ഞു 6 മണിക്കാണ് ലാസ്റ്റ് ട്രെയിൻ, സിഗുൾഡ സ്റ്റേഷനിൽ നിർത്തുന്നത് ലാസ്റ്റ് ട്രെയിൻ. ഇനി അടുത്ത ട്രെയിൻ സിഗുൾഡ എന്ന് തിങ്കളാഴ്ച രാവിലെ മാത്രമേ ഉള്ളൂ. ഓക്കെ, 6 മണിക്ക് അവസാനത്തെ ട്രെയിൻ തിരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സമയം ഏതാണ്ട് 4:15 മണിയോട് അടുപ്പിച്ചായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ടായിരുന്നു. ഇൻഫർമേഷൻ കൗണ്ടറിൽ കയറി ചോദിച്ചു എങ്ങനെയാണ് തുരേഗ കാസലിലോട്ട് പോകുന്നത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഡയറക്ഷനൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ആ സമയം അതിമനോഹരമാണ്. ആ സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞത്, ആ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. പിള്ളേർ കളിക്കുന്നു, കുറച്ച് പ്രായമായവർ അവിടെ ഇരിക്കുന്നു, കുറച്ച് ബിരുദന്മാരകത്തുണ്ട്, കുറച്ച് ടീനേജേഴ്സ് ആയിട്ടുള്ള പിള്ളേരെ ക്യാമറ കണ്ടപ്പോഴത്തെ ഞങ്ങൾ അടുത്ത് വന്നിട്ട് അവർ ഹലോ ഒക്കെ പറഞ്ഞിട്ട് സൈക്കിളിൽ കുറച്ച് സർക്കസൊക്കെ കാണിച്ചു തന്നു ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ഈ പിള്ളേരുടെ സർക്കസൊക്കെ കണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മിനി ബസ് എത്തി തുരേഗ കാസലിലേക്കുള്ള. 4 കിലോമീറ്റർ ഉണ്ട്, ഏതാണ്ട് 10-15 മിനിറ്റ് എടുക്കും. ഞങ്ങളങ്ങനെ ഏതാണ്ട് ഒരു 4:45 സമയത്തോടെ തുരേഗ കാസലിൻ്റെ എൻട്രൻസിലെത്തി. ഈ തുരേഗ കാസൽ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു പാർക്കിൻ്റെ നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 1200കളിൽ പണി കഴിപ്പിച്ചൊരു കാസലാണ്. കാത്തലിക് ബിഷപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇത് 1300 തൊട്ട് 1600 വരെ. ഇപ്പോൾ അതിനകത്ത് കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. ഏതാണ്ട് 4:45 ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. ഒരു പ്രായമായ ഒരു ലേഡി മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ. ഞങ്ങൾക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തു. അവർ പറയുന്നുണ്ട്
ഇത് 5 മണി വരെ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കോട്ടയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു പഴയ ഒരു പ്രതാപത്തിൽ നിൽക്കുന്ന ഒരു കോട്ട. അങ്ങനെ നിൽക്കുമ്പോഴത്തേന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് 5 മണിയായി. 5 മണിയാകുമ്പം കൃത്യം ഈ ലേഡി പോയി അവിടുന്ന്. ഇത്രയും വലിയൊരു കോട്ടയും ഇത്രയും വലിയൊരു പാർക്കിന് നടുക്ക് ഞാനും ഷാജിയും മാത്രം. ഒരു വന്യതയുടെ നടുക്ക് ഞങ്ങൾ പെട്ട പോലെ ആയിപ്പോയി. ഞങ്ങളും പിന്നെ അവിടുന്ന് അധികം കോട്ടയിൽ നിന്നില്ല. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് പാർക്ക് വഴി ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പോൾ പാർക്ക് വഴി നടക്കുമ്പം മനോഹരമായിട്ട് അതിനകത്ത് അവിടെ ആരുമില്ല, അതിനകത്ത് ഒരു മനുഷ്യനെയും കാണാനില്ല. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും മാത്രം. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കുഴിക്കടവ് കാണാം, പശുവിനെയും കോഴിയൊക്കെ വളർത്തുന്ന ഒരു ഫാം കാണാം, ചില സ്റ്റാച്യൂസ് കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് അവിടെ. ഈ പാർക്ക് നടക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രം ഇടപെടുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, പുറത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ തുരേത ക്യാസിൽ നിൽക്കുന്ന ആ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. ആ ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. അതിമനോഹരം, സ്വിറ്റ്സർലൻഡിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇത് സെഗുൾലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു, കുറച്ച് നേരമൊക്കെ നിന്നു, ക്യാമറയൊക്കെ താത്ത് വെച്ച് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ബസ് എത്തി. മിനി ബസ്സിലോട്ട് കയറിയപ്പോൾ തന്നെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഒരു ഫോറസ്റ്റ് ട്രെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഗോജ റിവർ വാലി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായ ഒരു ഫോറസ്റ്റ് ട്രെയിൽസ് ഉണ്ട്, അത് നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ പുള്ളി 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇറക്കി വിട്ടു. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നടന്നു തുടങ്ങി ഫോറസ്റ്റ് ട്രെയിലിലോട്ട് എത്തി. അവിടെ ചെല്ലുമ്പം തന്നെ യുനെസ്കോ ഹെറിറ്റേജിൽ പെടുത്തിയ ഒരു ഗഡ്മാൻസ് കേവ് എന്ന് പറഞ്ഞ ഒരു കേവ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടു, അതിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തി. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ ഫോറസ്റ്റ് ട്രെയിലിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ പടിക്കെട്ടുകൾ കയറണം. തടിയിൽ നിർമ്മിച്ച പടിക്കെട്ട് കയറി ഏതാണ്ട് ഒരു 150ഓളം പടിക്കെട്ടുകളുണ്ട്. ആലോചിച്ചോണം, പനി കഴിഞ്ഞ് റിക്കവർ ആയിട്ടില്ല. ഞാൻ പടിക്കെട്ടുകൾ 250 പടിക്കെട്ടുകളും കയറി മുകളിലെത്തിയപ്പം എൻ്റെ തലയിൽ മങ്കി ക്യാപ്പൊക്കെ ഉണ്ട്. എനിക്ക് വേർത്ത് തുടങ്ങി. എൻ്റെ പനി കംപ്ലീറ്റ് ആയിട്ട് വിട്ടു അവിടെ വെച്ച്. സന്തോഷമായി. ഞാനങ്ങനെ നടന്നു തുടങ്ങി. ഈ കാട്ടിൽ നോക്കിയപ്പോഴത്തേനും ഒന്നുമില്ല, വീണ്ടും ഞാനും ഷാജിയും മാത്രം, വേറെ ആരുമില്ല. അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ആലസ്യ ആയതുകൊണ്ടായിരിക്കാം ആൾക്കാരെ ഒന്നും കാണാത്തത്. പക്ഷേ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ട്രെയിലാണ്. ഇതുവഴി ഞങ്ങളിങ്ങനെ നടന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വഴി തെറ്റിയെന്നൊരു സംശയം തോന്നി. അങ്ങനെ ഒരു സെഗുലയുടെ ഒരു ലക്ഷ്യം വെച്ച് ഞങ്ങൾ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും താഴോട്ടിറങ്ങുന്ന പടികൾ കണ്ടു. താഴോട്ട് ഞങ്ങൾ പടികൾ ഇറങ്ങി ചെന്നപ്പോഴത്തേനും ഇവിടുന്ന് കുറച്ച് കുട്ടികളുടെ ശബ്ദം കേൾക്കാം ഞങ്ങൾക്ക്. ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴത്തേനും കുറേ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ നിന്നാണോ പേരൻസ് ആണോ കുറേ അധികം ആൾക്കാരിങ്ങനെ നടന്നു വരുന്നത് കണ്ടു. സന്തോഷമായി. വഴി തെറ്റിയിട്ടില്ല. ഞങ്ങൾ തിരിച്ച് റോഡിലോട്ട് ജോയിൻ ചെയ്തു. പക്ഷേ ഇനിയിപ്പം ഇവിടുന്ന് 2 കിലോമീറ്ററുകളുണ്ട് തിരിച്ച് സെഗുലയിൽ എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ നടന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സ്ലോപ്പ്, നമുക്ക് എത്ര സ്ലോപ്പിലാണ് ഈ കയറ്റമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 9 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ഈ നടക്കുന്നത് വരെ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗോജ റിവറിൻ്റെ ക്രോസ് ഉള്ളൊരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് അവിടെ ലാത്വിയയുടെ കൊടികളൊക്കെ നടത്തിയിട്ടുണ്ട്. മനോഹരമായ കാഴ്ചയാണ് അത്. ഞങ്ങൾ അതൊക്കെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി. അപ്പം അതൊക്കെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഈ നടപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 8:27 ആയപ്പോഴത്തേനും സെഗുൾഡ വീണ്ടും ആ സ്ക്വയറിലേക്ക് എത്തി. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, 3 ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, റിഗ. അപ്പം 70 കിലോമീറ്റർ ഉണ്ടെന്ന് ആലോചിച്ചോണം. അപ്പം പുള്ളി പറഞ്ഞു, ആ ബസ് കണ്ടില്ലേ, നിങ്ങൾ ഇവിടെ വന്നാൽ മതി, ഇപ്പം വരുമെന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി ആ ബസ്സിൻ്റെ ഡ്രൈവറോടായിരുന്നു ചോദിച്ചത്. 8:27 പുള്ളി നേരെ ബസ്സിലോട്ട് കയറി, ബസ്സെടുത്ത് ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്നു. 8:30 അത് ലാസ്റ്റ് ബസ്സായിരുന്നു. അതന്ന് മിസ് ചെയ്തിരുന്നെങ്കിൽ അവിടുന്ന് ട്രെയിനില്ലാന്ന് ഞങ്ങൾക്ക് ആദ്യം അറിയാം, ഒരു ടാക്സി ഇല്ല, സഹായം ചോദിക്കാൻ ഒരു പോലീസുകാരെ പോലും അവിടെ കാണാനില്ല. ഞങ്ങൾ ആക്ച്വലി അവിടെ പെട്ടു. ഒരു 3 മിനിറ്റ് ഈ കഥ പറഞ്ഞ് ഈ കാഴ്ചകൾ കണ്ടു വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു 3 മിനിറ്റ് ഞങ്ങൾക്ക് നഷ്ടമായിരുന്നെങ്കിൽ, ഈ ബസ് ഇവിടുന്ന് വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ തിരിച്ചിറങ്ങിയ പോകുമെന്ന് ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി സ്തംഭിച്ചു നിന്നുപോയി.